വടക്കുംനാഥ ക്ഷേത്രത്തിൽ നെയ്മല ഇടിഞ്ഞ സംഭവം മറച്ചുവച്ചതിൽ പ്രതിഷേധമറിയിച്ച് വിശ്വാസികൾ. പ്രസിദ്ധമായ വടക്കുംനാഥ ക്ഷേത്രം, തൃശൂർ പൂരം നടക്കുന്ന വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ നെയ്മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. വടക്കുംനാഥ ക്ഷേത്രം ശ്രീലകത്ത് നെയ്മലയാണ്. ഈ നെയ്മലയ്ക്കുള്ളിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ കണ്ടവരാരുമില്ല. തൃശൂരിനെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് ഒരു വിശ്വാസമുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ശ്രീലകത്തെ നെയ്മല ഇടിഞ്ഞാൽ എന്തെങ്കിലും അത്യാഹിതം ദേശത്തുണ്ടാകും എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഒരു മാസം മുമ്പ് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിലുണ്ടായി. വടക്കുംനാഥ ക്ഷേത്രം ശ്രീലകത്തെ നെയ്മല ഇടിഞ്ഞു. ഈ വാർത്ത കഴിഞ്ഞ ദിവസം TCV നൽകിയിരുന്നു. ഇതേ തുടർന്ന് വിശ്വാസികളുടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കാരണം ഇത്തരമൊരു വലിയ സംഭവം ഉണ്ടായിട്ട് ദേവസ്വം ഭാരവാഹികൾ ആരെയും അറിയിച്ചില്ല, ഇതിനുവേണ്ട പ്രതിവിധികൾ ചെയ്തില്ല എന്നുള്ളത്. ഇപ്പോൾ വടക്കുംനാഥ ക്ഷേത്രം ഉപദേശക സമിതി മുൻ സെക്രട്ടറി TR ഹരിഹരൻ ചേരുകയാണ്. എന്താണ് ഇവരിത് മറച്ചു വയ്ക്കാനുള്ള കാരണം? അല്ല, മറച്ചു വയ്ക്കാൻ പാടില്ല. എന്താ കാര്യം വെച്ചാൽ വടക്കുംനാഥനിൽ നെയ്മല ഇടിഞ്ഞു കഴിഞ്ഞാൽ വടക്കുംനാഥന് ഏറ്റവും വലിയ പ്രധാന അഭിഷേകം നെയ്യാട്ടമാണ് പറയുക. 1 കിലോ 800 ഗ്രാം ഡെയിലി നെയ്യാട്ടം കഴിയും. എന്നുവെച്ചാൽ വടക്കുംനാഥനെ എന്താ തണുപ്പിക്കാൻ വേണ്ടി നെയ്യാട്ടം കഴിയും. അതിനുശേഷം വൈകിട്ട് കരിക്കഭിഷേകം ചെയ്യും. ആ നെയ്മല എവിടെയെങ്കിലും ഒരു തരി ഇടിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരിക്കൽ നെയ്മല ഇടിഞ്ഞപ്പോൾ ഇവിടെ വെടിക്കെട്ട് അപകടമുണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത് ആരെയും അറിയിക്കാണ്ട് വെച്ചത് ഭയങ്കര കഷ്ടമായി പോയി. എന്താണെന്ന് വെച്ചാൽ ഇത് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രായശ്ചിത്തം ചെയ്യാമായിരുന്നു. ദൈവവിശ്വാസികളാണെങ്കിൽ ഇത് നമുക്ക് പ്രായശ്ചിത്തം ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇത് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു, ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കാണിച്ചു തന്നാണ്. നമ്മൾ അറിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി നമ്മൾ ചെയ്തേനെ. ഇത് ആരെയും അറിയിക്കാണ്ട് ഒളിച്ചു വെച്ച് ദേവസ്വം അറിഞ്ഞ് നമ്മൾ വയ്ക്കുമ്പോൾ ആരും അറിയില്ല. ഇപ്പോഴാണ് നമ്മളറിയണത്. നമ്മളറിഞ്ഞ് നമ്മൾ തന്നെ ഒന്ന് പ്രതിവിധി ചെയ്തേനെ.